പരുഷ സന്ധ്യയെ ചിരിച്ചു, മധ്യാഹ്ന സന്ധ്യയെ ജ്വലിച്ചു, സായം സന്ധ്യയെ കഴുകി, ത്രികാല സന്ധ്യ പോൽ നിൻജന്മം. നീ തൊട്ടുണർത്തി ഹൃദയ പൂക്കളിൽ നിറയുന്ന മധുവും മണവും അറിയാതെ ഒളിപ്പിച്ചു വെച്ചോ കാലം. നീ പോവുക നിൻ വഴിയേ, സഫലമീ യാത്ര, സഫലമീ യാത്ര. സ്വർഗദൂതിക നീ, ഭൂമിപുത്രി സർവം സഹേ. കർമ്മവീഥിയിൽ ഏകയാത്രിക സ്നേഹാദ്രേ, കർമ്മവീഥിയിൽ ഏകയാത്രിക സ്നേഹാദ്രേ. ശാരദാമ്മേ, ശാരദാമ്മേ. ആ വാ ഗിരിജേ. ഇന്നലെ എന്തായിരുന്നു രാത്രി ബഹളം? ദിവാകരൻ കുടിച്ചിട്ടുണ്ടാക്കിയ പൊല്ലാപ്പൊക്കെ ഞാൻ കേട്ടു. അയൽക്കൂട്ടത്തിന് ലോൺ എടുത്തേ ആ മനുഷ്യന് പഴയ ഒരു സ്കൂട്ടർ വാങ്ങാനുള്ള കാശ് ഞാൻ ഉണ്ടാക്കി കൊടുക്കണമെന്ന്. അതെ അയാളുടെ മനസ്സിലിരിക്കത്തേ ഉള്ളൂ. മായയും മോളും എങ്ങോട്ടാ ശാരദമ്മേ പോയത്? അവർ രണ്ടുപേരും അമ്പലത്തിൽ പോയിരിക്കുക. ദേവിയുടെ കടാക്ഷം കൊണ്ടല്ലേ അവൾക്ക് റാങ്ക് കിട്ടിയത്. അവിടെ ചെന്ന് പൂജയും മറ്റും നടത്തുന്നത് നല്ലതാ. അതൊക്കെ ശരിയാ. പക്ഷേ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. മുകളിലോട്ട് പഠിക്കാൻ ഒരുപാട് കാശ് വേണ്ടേ? അതിനെന്ത് വഴിയുണ്ടെന്ന് ആലോചിക്കുന്നേ. അല്ല, എന്തൊന്ന് പഠിപ്പിക്കാനാ ഉദ്ദേശിക്കുന്നേ? ഇത് കഴിഞ്ഞല്ലോ, ഇനി വേറെന്തെങ്കിലും പഠിപ്പിക്കണം. നല്ല പഠിക്കുന്ന കുട്ടിയല്ലേ, നമ്മൾക്ക് അവളെ നല്ല നിലയിൽ എത്തിക്കണം. നല്ല നിലയെന്ന് പറയുമ്പോ ഗിരിജ എന്താ ഉദ്ദേശിക്കുന്നേ? മായ എന്തെങ്കിലും പറഞ്ഞോ? ഈ വലിയ നിലയെന്നൊക്കെ പറയുമ്പോഴേ കളക്ടറൊക്കെ ഇല്ലേ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ലച്ചുവിനെ അവിടെ എത്താനുള്ള എല്ലാ കഴിവും ഉണ്ട്. ശാരദാമ്മ നോക്കിക്കോ. നിങ്ങളെന്താ അമ്പലത്തിൽ പോയിട്ട് വരാൻ ഇത്രയും വൈകിയത്? മോൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും വഴിപാടും ഒക്കെ കഴിച്ചു തീരാതെ അവർക്ക് വരാൻ പറ്റുമോ? അങ്ങനെയൊന്നും അല്ല, പിന്നെ ഒരർച്ചന ചെയ്തു. പിന്നെന്താ വൈകിയത്? അമ്മയല്ലേ പറഞ്ഞത് അവിടെ പോയി പ്രാർത്ഥിച്ച ദേവി വഴി കാണിച്ചു തരുമെന്ന്. അങ്ങനെ ഉണ്ടായി. ഒരു വഴി തെളിഞ്ഞു. അപ്പോഴേക്ക് ശാരദമ്മയുടെ കൊച്ചുമോൾക്ക് ആ വഴി പോവാൻ താല്പര്യമില്ല. നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തെളിച്ചു പറ. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ അവിടെ വെച്ച് ഒരാളെ കണ്ടു. തമ്പി സാറിനെ ശാരിയമ്മയ്ക്ക് അറിയില്ലേ? തമ്പി സാറോ? അതാ ജഡ്ജി അദ്ദേഹമല്ലേ? അദ്ദേഹം ക്ഷേത്രത്തിൽ വന്നോ? തമ്പി സാറും തമ്പി സാറിന്റെ ഭാര്യയും ഉണ്ടായിരുന്നു. എന്നെ കണ്ടപ്പോ പത്രത്തിലെ ന്യൂസും ഫോട്ടോയും കണ്ടതുകൊണ്ട് അവര് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. പിന്നെ മായമ്മയുടെ കരച്ചിൽ അവര് ശ്രദ്ധിക്കുകയും ചെയ്തു. എന്റെ ശാരിയമ്മേ, എന്തൊരു കരച്ചിലായിരുന്നു. ഉടനെ ഡ്രൈവറെ പറഞ്ഞു വിട്ട് ഞങ്ങളെ വിളിപ്പിച്ചു. എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ മായമ്മ എന്നെ തുടർന്ന് പഠിപ്പിക്കാൻ കഴിയില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞപ്പോഴേ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞങ്ങളെയും കൊണ്ടുപോയി. കൊള്ളാലോ, തമ്പി സാറിന്റെ വീട്ടിലേക്ക് നിങ്ങളെയും കൊണ്ടുപോയോ? ആ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തന്നു. അയ്യോ, അങ്ങനെ വീട്ടിലേക്കൊന്നും അദ്ദേഹം ആരെയും കൂട്ടിക്കൊണ്ട് പോകാറില്ല. എല്ലാരും ആ വീടിന്റെ മുറ്റത്തൂടെ പോകുന്നല്ലാതെ ആരും ആ വീട്ടിൽ കയറാറില്ല. അപ്പോ നീ പാകുള്ളൊരു പെണ്ണ് തന്നെയാടി ലച്ചു. തമ്പി സാർ എന്താ പറഞ്ഞേ? അത് പറ. ലച്ചുവിന് പഠിക്കാനുള്ള എല്ലാ സാമ്പത്തിക സഹായവും അദ്ദേഹം ചെയ്യാന്ന് പറഞ്ഞു. വസുന്ധരാമ്മ അത് അംഗീകരിക്കുകയും ചെയ്തു. ഇനി എന്തോന്ന് വേണം? ഇനി ഒന്നും ആലോചിക്കണ്ട മോളെ, നീ IAS തന്നെ പഠിച്ചു. അപ്പൊ കൊച്ചുമോള് പറഞ്ഞ മറുപടി ശാരദാമ്മയ്ക്ക് കേക്കണ്ടേ? അവൾക്ക് ആരുടെ സഹായം ഇല്ലാതെ പഠിച്ചാ മതിന്ന്.
നമ്മൾ ഇത്രയും കാലം സ്വപ്നം കണ്ടത് അതിനുവേണ്ടിയല്ലേ ലച്ചു? നീ ആ വലിയ മനുഷ്യനോട് എന്ത് മണ്ടത്തരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തമ്പി സാറിന് മനസ്സിലായി. പുസ്തകത്തിലുള്ളതല്ലേ കോച്ചിങ് സെന്ററിലും പഠിപ്പിക്കുന്നത്. എനിക്കൊരു വഴി കാണിച്ചു തന്നാ മതി ശാരിയമ്മേ. ഞാൻ ആ വഴി പോയിക്കോളാം. അതിന് തമ്പി സാർ എന്നെ സഹായിക്കും. അവൾ എന്താ ഇങ്ങനെ പറഞ്ഞത് മായേ? സാമ്പത്തികമായി സഹായിക്കാന്ന് പറഞ്ഞപ്പോ അവളത് നിരസിച്ചു. അപ്പൊ മോളോട് വീട്ടിലിരുന്ന് പഠിച്ച് സിവിൽ സർവീസ് എഴുതാനാ തമ്പിസാറ് പറഞ്ഞത്. ഏതൊക്കെ ബുക്ക് നോക്കണം, എങ്ങനെ പഠിക്കണം, അതൊക്കെ തമ്പിസാറ് പറയാന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോ അവള് വീട്ടിലിരുന്ന് പഠിക്കാന്ന് സമ്മതിച്ചിരിക്കുകയാണോ? അവളങ്ങനെ തീരുമാനിച്ച പിന്നെ മാറ്റാൻ പറ്റുമോ? മായേ, നിന്റെ മകളുടെ ജന്മം കൊണ്ട് ഒരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് അവൾ ഒരിക്കലും പിന്നോട്ട് പോകില്ല. അവക്ക് പോകാനുള്ള വഴി താനേ തുറക്കപ്പെടും. നീ അവളെ ഒരിക്കലും പിന്തിരിപ്പിക്കരുത്. ഇവളെ കോച്ചിങ് സെന്ററിൽ അയച്ചാലേ അവൾ അവിടെ ഉള്ളവരെ പഠിപ്പിക്കും. അതാ അവിടെ ബുദ്ധി. കോച്ചിങ് സെന്ററിലൊന്നും പോകാതെ അവള് വീട്ടിലിരുന്ന് പഠിക്കുന്ന നല്ലത്. നമ്മുടെ കുട്ടി നാടിന് അഭിമാനമാകും, അല്ലേ? എന്തെങ്കിലും കഴിച്ചോ ശാരദാമ്മ? നിങ്ങൾ വരട്ടെ എന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ദോശ ഉണ്ടാക്കാം. ഗിരിചേച്ചി വാ, വന്ന് ചട്നി ഉണ്ടാക്കാൻ സഹായിക്കാം. ആരുടെ ഔദാര്യം എന്റെ ലച്ചുമോക്ക് വേണ്ട. ആ, ഇതാര് വനജയാ? എന്താ രാവിലെ തന്നെ ഇങ്ങോട്ട്? അപ്പൊ സുഗതേട്ടൻ വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ലേ? എന്താടി വനജെ, നീ ആകെ പരിഭ്രമിച്ചതുപോലെ ഉണ്ടല്ലോ. കൊള്ളാം, ഭാര്യയും ഭർത്താവും സമാധാനത്തോടെ വീട്ടിലിരിക്കുന്നു. കൊച്ചുമോടെ വീരകൃത്യങ്ങളൊന്നും അറിയുന്നില്ലേ? നീ ആരെ പറ്റി ഈ പറയുന്നേ? മഞ്ജുവിന്റെ മോള് നീനയെ പറ്റിയാണോ? അവള് കൊള്ളാല ശ്യാമള ചേച്ചി. മോളൊരു അന്യ മതക്കാരനോടൊപ്പം ഒളിച്ചോടിയത് നിങ്ങളെ വിളിച്ചറിയിച്ചോ? നീ എന്താ ഈ പറയുന്നേ? മഞ്ജുവിന്റെ മോള് ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയിന്നോ? വനജെ, നീ അറിഞ്ഞ കാര്യം തന്നെയാണോ ഈ പറയുന്നത്? ഇങ്ങനെ ഒരു കാര്യം ഞാൻ കള്ളം പറയോ? ശ്യാമളേച്ചിന്റെ കൂടെ പറപ്പാ. ആ പെണ്ണ് രാവിലെ ട്യൂഷന് പോണോന്ന് പറഞ്ഞു പോയതാ. എന്നിട്ട് ചെയ്തതെന്തെന്നറിഞ്ഞോ? റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് മഞ്ജുവിനെ വിളിച്ച് കൂളായിട്ട് കാര്യം പറഞ്ഞു. അടുത്ത വണ്ടി കയറി രണ്ടുപേരും കൂടി സ്ഥലം വിട്ടു. എന്നിട്ട് അവള് ഞങ്ങളെ വിളിച്ചില്ലല്ലോ. കൊഞ്ചിച്ചില്ല ആളിച്ച് വളർത്തിയ കുട്ടിയെ. അവളെങ്ങനെ വിളിക്കാനാ? മായയുടെ കാര്യത്തിൽ അവള് കാണിച്ചൊന്നും ഞാൻ മറന്നിട്ടില്ല. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു തിരിച്ചടി ഞാൻ അവൾക്ക് കൊടുത്തല്ലോ. ഇതാണ് ശ്യാമളേച്ചി കർമ്മഫലം എന്ന് പറയുന്നത്. വഴി പിഴച്ചവളെന്ന് അധിക്ഷേപിച്ചവളുടെ മകള് ഉന്നത നിലയിലെത്തി. അവൾ എല്ലാവർക്കും അഭിമാനമായില്ലേ? റാങ്ക് വാങ്ങിയ ഫോട്ടോ വരെ പത്രത്തിൽ വന്നിട്ടുണ്ട്. അഭിമാനം പറഞ്ഞിരുന്നവളുടെ മകളാണെങ്കിലോ അന്യ സമുദായക്കാരനോടൊപ്പം ഒളിച്ചോടി പോവുകയും ചെയ്തു. എന്ത് ചെയ്യാനാ? ഇതെന്തായാലും വല്ലാത്ത വിധിയായി പോയി. എല്ലാ കോളവും ഫില്ല് ചെയ്തോ മോളെ? ഒന്നും വിട്ടുപോകരുത്. ഫില്ല് ചെയ്യുന്നതേ ഉള്ളൂ സർ. ആ. കുറച്ചുകൂടി ഉണ്ട്. ഏതുവരെയായി? ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഓപ്ഷൻ ഉണ്ട്. അതിന് ആലോചിക്കാൻ എന്താ ഉള്ളേ? കേരളം കൊടുക്ക്, നമുക്കതല്ലേ നല്ലത്. മോളെന്താ ആലോചിക്കുന്നത്? നമ്മുടെ സ്റ്റേറ്റ് വയ്ക്ക്. ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴേ ചെയ്യേണ്ട കാര്യങ്ങളാണ്, പിന്നീട് ആവശ്യപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്താ നിനക്ക് വീണ്ടും ഒരു സംശയം? എനിക്ക് കേരളത്തിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല. എന്താ ഈ കുട്ടി പറയുന്നേ? നമ്മുടെ സ്റ്റേറ്റ് വിട്ട് എവിടേക്ക് പോവാനാ? അതെന്താ ലച്ചു, എല്ലാവരും കേരളത്തിൽ ജോലി ചെയ്യാനല്ലേ ആഗ്രഹിക്കുന്നത്? നീ എന്താ ഇവിടെ താല്പര്യമില്ല എന്ന് പറയുന്നത്? എനിക്ക് ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനം മതി. അതാ ഞാൻ ആഗ്രഹിക്കുന്നത്. അതെന്താ നീ ഉത്തരേന്ത്യ പിടിക്കുന്നത്?
നീ ഇപ്പൊ കൊടുക്കുന്ന ഓപ്ഷൻ അനുസരിച്ചാവും അപ്പോയിന്റ്മെന്റ് നിന്നെ പരിഗണിക്കുന്നത്. നല്ല റാങ്ക് ഉണ്ടെങ്കിൽ നിനക്ക് ഇവിടെ തന്നെ വർക്ക് ചെയ്യാമല്ലോ. അതവള് പറഞ്ഞാൽ എന്തോ കാര്യമുണ്ട്. അതെന്താ മോളെ നിനക്ക് ഇവിടെ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തെ? എന്റെ അമ്മ എന്നെ വളർത്തിയത് എങ്ങനെയാണെന്ന് തമ്പിസാറിനും വസുന്ധരാമ്മയ്ക്കും അറിയാലോ. എന്റെ നാട്ടിൽ അമ്മയ്ക്ക് ആരും ഒരു വിലയും തരില്ല. ഞാൻ കളക്ടറായാലും അമ്മ അടുക്കളക്കാരിയല്ലെന്ന് എല്ലാരും പരിഹസിക്കും. എനിക്ക് അതിൽ അഭിമാനക്കുറവൊന്നുമില്ല. ഞാനങ്ങനെ പഠിച്ചു എന്നുള്ളതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ. പക്ഷെ എന്റെ അമ്മയുടെ മനസ്സ് വേദനിക്കാൻ പാടില്ല. എന്റെ അമ്മ ഇനി ഓരോ നിമിഷവും സന്തോഷിക്കണം. പഴയതൊന്നും അമ്മ ഓർക്കാനേ പാടില്ല. അതിനുവേണ്ടിയാ സർ ഞാൻ അങ്ങനെ പറയുന്നത്. ഞാൻ പറഞ്ഞത് എന്റെ അല്പത്തരമായിട്ട് തമ്പിസാറിനും വസുന്ധരാമ്മയ്ക്കും തോന്നുന്നുവെങ്കിൽ ഒരു മകൾ അമ്മയുടെ മനസ്സ് വേദനിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സ്വാർത്ഥതയായിട്ട് ഇതിനെ കാണണം. ഞാൻ അത്രത്തോളം കടന്ന് ചിന്തിച്ചില്ല. നിന്റെ അമ്മ നിനക്ക് വേണ്ടി ജീവിക്കുന്നു, നീ നിന്റെ അമ്മയ്ക്ക് വേണ്ടിയും. നിന്റെ മനസ്സ് എനിക്കിപ്പോ കാണാൻ കഴിയുന്നുണ്ട്. നീ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് ഞാൻ തെറ്റു പറയുന്നില്ല. നിന്നെ ഓർത്ത് ഞങ്ങൾക്ക് അഭിമാനേ ഉള്ളൂ മോളെ. എന്നാലും നിനക്ക് കേരളം തന്നെ വെക്കാമായിരുന്നു. പക്ഷെ നിന്റെ അമ്മ അടുക്കളക്കാരിയാണെന്ന് ആരെങ്കിലും വിളിച്ച് വേദനിപ്പിക്കരുതെന്ന് നീ ആഗ്രഹിക്കുന്നത് വലിയൊരു കാര്യമാണ്. എന്നാലും നീ ഉത്തരേന്ത്യ വെക്കണ്ട, തമിഴ്നാട് വെക്ക. അത് തൊട്ടടുത്തല്ലേ? അതിനെന്താ കുഴപ്പം? ഇതെന്റെ തീരുമാനമാണ്. നിന്നെ ഉത്തരേന്ത്യയിൽ വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയും ദൂരെ നീ ജോലി ചെയ്യുമ്പോ ഞങ്ങൾക്കും മനസമാധാനം വേണ്ടേ? മോള് തമിഴ്നാട് വെക്ക. മോള് തമ്പിസാർ പറയുന്ന കേക്ക്. നീ പറയുന്ന എല്ലാ നല്ല കാര്യങ്ങളും അംഗീകരിക്കുന്ന മനുഷ്യനല്ലേ? എങ്കിൽ തമിഴ്നാട് വെക്കാം. ദാ എന്താ വസുന്ധരിക്ക് ഒരു ആലോചന? ലച്ചു നമ്മുടെ മോളായി ജനിച്ചിരുന്നെങ്കിലെന്നാ ഞാൻ ആലോചിച്ചത്. എനിക്ക് മനസ്സിലായി. പക്ഷേ അത് അവൾ അംഗീകരിച്ചു തന്നിട്ട് വേണ്ടേ? മായമ്മയുടെ മോളായിട്ട് ജനിച്ചാ മതി എന്നാ അവൾക്ക്, അല്ലേ ലച്ചു? ഈ ഒരു ജന്മം അല്ല സർ, ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും ആ ജന്മങ്ങളിലും എനിക്ക് എന്റെ മായമ്മയുടെ മകളായിട്ട് തന്നെ ജനിക്കണം. മായേ, നിന്റെ മോള് വീട്ടിൽ ഇരുന്ന് IAS എഴുതുന്നു കേട്ടല്ലോ. ആ ഗിരിജിയാ പറഞ്ഞത്. അതെ മാഡം, അവൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്ന. ആ ആഗ്രഹമല്ലേ, ആദ്യം എഴുതി തോക്കുമ്പോഴേ മനസ്സിലാവും. എന്റെ മോളെ ഞാൻ ബാംഗ്ലൂരിലുള്ള ഒരു കോച്ചിങ് സെന്ററിലാ ചേർത്തിരിക്കുന്നത്. വലിയൊരു തുകയാ ഫീസായിട്ട് അവിടെ കൊടുക്കേണ്ടത്. വെറുതെ അല്ലല്ലോ, മക്കളെ IAS ആക്കാനേ രക്ഷകർത്താക്കൾക്കേ കുറച്ച് കാശൊക്കെ ചെലവാക്കേണ്ടി വരും. ഇവിടെ ഒരുത്തിയുടെ മകള് വീട്ടിലിരുന്ന് IAS എഴുതുന്നു. അല്ല, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുവാ, ഇതൊക്കെ എന്താ PSC പരീക്ഷയാണോ വീട്ടിലിരുന്ന് എഴുതാൻ? PSC പോലും ഇപ്പൊ വീട്ടിലിരുന്ന് പഠിച്ചാൽ കിട്ടില്ലെന്നാ പറയുന്നേ. അതിനും ഇപ്പൊ എല്ലാരും കോച്ചിങ് സെന്ററിലാ പോകുന്നേ. ഈ പെണ്ണ് വേറെ ജോലിയൊന്നുമില്ലേ? ആ ജഡ്ജിയാ ഈ പെണ്ണെ പറഞ്ഞ് കുഴി കൊണ്ട് ചാടിക്കുന്നെ. അവളുടെ ആഗ്രഹമല്ലേ, അവൾ എഴുതി നോക്കട്ടെ. വീട്ടിലിരുന്ന് പഠിച്ചാൽ കിട്ടുന്നതല്ല ഈ എൻട്രൻസ് എക്സാം.
ഞാനിത് പറഞ്ഞപ്പോ പ്രിയ മോള് ചിരിയോട് ചിരി. എക്സാം എഴുതാൻ പോയിരിക്കുമ്പോഴേ അവൾക്കത് മനസ്സിലാവൂന്ന്. നീ അവളെ വല്ല പ്രൈവറ്റ് ഫേമിലും പറഞ്ഞയച്ച് ഒരു ജീവിതമാർഗം കണ്ടെത്താൻ ഞാൻ പറഞ്ഞത് നിന്നെ താഴ്ത്തിക്കെട്ടിയതായി നിനക്ക് തോന്നിയെന്ന് എനിക്ക് മനസ്സിലായി. ഞാനൊരു സത്യമാ പറഞ്ഞത്. ആ, നിനക്ക് ഞാൻ പറഞ്ഞത് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. കഷ്ടമെന്നല്ലാതെ വേറെന്ത് പറയാനാ? എല്ലാവർക്കും മോഹങ്ങളുണ്ട് മായേ. മോഹങ്ങൾക്കൊക്കെ ഒരു പരിധിയില്ലേ? ആഗ്രഹിക്കുന്നതിന് അർഹതയുണ്ടോന്ന് സ്വയം ചോദിക്കണം. എന്താ നീയത് മനസ്സിലാക്കാത്തത്? ഞാൻ പറഞ്ഞതേ നിന്റെ കാര്യത്തിൽ സംഭവിക്കൂ. നീ ജീവിതകാലം മുഴുവൻ പാത്രം കഴുകി നടക്കേണ്ടി വരും. അവൾ ഒരു കാലത്തും പഠിച്ചു തീരില്ല. ഞാനേ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. മായമ്മയുടെ ജോലിയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു മോളെ. പിന്നെ തമ്പിസാറിന്റെ വീട്ടിൽ പോയിട്ട് എന്തായി? ഫോമൊക്കെ ഫില്ല് ചെയ്ത് അയച്ചോ? ആപ്ലിക്കേഷൻ അയച്ചു. മായമ്മേ, പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലമായിട്ട് സെലക്ട് ചെയ്തത് തമിഴ്നാടാ. അതെന്താ മോളെ? അതാവുമ്പോ നമുക്ക് ഈ നാട് വിട്ട് പോവാലോ മായമ്മേ. നമുക്ക് പിന്നെ ഇവിടെ ജീവിക്കണ്ട. മായമ്മയ്ക്ക് അങ്ങനെ തോന്നിയിട്ടില്ലേ? എന്റെ ലച്ചുമോള് ഇവിടെ ജോലി ചെയ്യുമ്പോഴല്ലേ എനിക്ക് അഭിമാനം. ജോലി എവിടെയായാലും ഒരുപോലെയല്ലേ? ജോലി ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം. അവിടെ ആവുമ്പോ ഞാനും മായമ്മയും ശാരിയമ്മയും മാത്രല്ലേ കാണൂ. പിന്നെ നമുക്കിവിടെ ബന്ധുക്കൾ എന്ന് പറയാൻ ആരും ഇല്ലല്ലോ. എല്ലാം നിന്റെ ഇഷ്ടം. ഇതെന്താ മായമ്മ? പുസ്തകം വാങ്ങണ്ടേ? വില്ലേജ് ഓഫീസർ നകുല സാറിന്റെ വീട്ടിൽ നിന്ന് അടുത്ത മാസത്തെ ശമ്പളവും ഞാൻ അഡ്വാൻസായി വാങ്ങിച്ചു. അങ്ങനെ 2 മാസത്തെ ശമ്പളം കിട്ടി. ഇതുകൊണ്ട് മോൾ ആവശ്യമുള്ള പുസ്തകങ്ങളൊക്കെ വാങ്ങണം. എനിക്ക് പൈസയുടെ വില അറിയാം മായമ്മ. എന്റെ മായമ്മയുടെ വിയർപ്പിന്റെ വിലയാ ഇതിനുള്ളത്. അങ്ങനെ കരുതണ്ട മോളെ. മായമ്മ കഷ്ടപ്പെടുന്നത് മോൾക്ക് വേണ്ടിയില്ലേ? മോള് മായമ്മയ്ക്ക് വേണ്ടി പഠിക്കുന്നു. പിന്നെ എന്തിനെങ്ങനെയൊക്കെ പറയുന്നത്? മായമ്മയുടെ അധ്വാനത്തിന്റെ വില എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് പഠിക്കും. എന്നിട്ട് ഈ പൈസയ്ക്ക് അത്രയും മൂല്യമുള്ള സന്തോഷ അഭിമാനവും ഞാൻ മായമ്മയ്ക്ക് തിരിച്ചു തരും. ഈ പൈസ തന്നത് വെറുതെ ആയി പോയിന്ന് മായമ്മയ്ക്ക് ഒരിക്കലും തോന്നില്ല. അത് മതി മോളെ. എനിക്ക് നീ ഒരു ഉയർന്ന നിലയിലെത്തിയാൽ മാത്രം മതി എനിക്ക്. അതിനുവേണ്ടി എത്ര കഠിനമായ ജോലി ചെയ്യാനും എനിക്കൊരു മടിയുമില്ല. ഇനി അത്താഴം കഴിച്ചിട്ട് പഠിക്കാം. മോള് വാ. ഇത് ശ്രീലക്ഷ്മിയുടെ വീടല്ലേ? അതെ, ഞാനാ ശ്രീലക്ഷ്മി. എന്താ? എന്റെ പേര് സഞ്ജയ്. ഞാൻ തമ്പിസാറിന്റെ വീട്ടിൽ വന്നതാ. വസുന്ധര ആന്റിയും എന്റെ അമ്മയും ഫ്രണ്ട്സാ. ഓ അതെയോ? അകത്തേക്ക് വരൂ. ഓ ഇരിക്കൂ.
കുടിക്കാൻ കട്ടൻ എടുക്കട്ടെ? പാല് തീർന്നു. വേണ്ട, ഞാൻ ആന്റിയുടെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ ഇറങ്ങിയത്. ശ്രീലക്ഷ്മിയെ കുറിച്ച് തമ്പി സാറും വസുന്ധര ആന്റിയും പറയുന്നത് കേട്ടു. അവര് ലച്ചു എന്നാണല്ലേ വിളിക്കുന്നേ? അവർക്ക് ശ്രീലക്ഷ്മിയെ കുറിച്ച് വലിയ അഭിപ്രായമാണല്ലോ. എനിക്കും ലച്ചു എന്ന് വിളിക്കാലോ അല്ലേ? ആ, വിരോധമില്ല. എന്നെ കോളേജിൽ പോലും ലച്ചു എന്നാ വിളിക്കാറ്. നമ്മള് മുമ്പ് എവിടെയോ വെച്ച് കണ്ടു പരിചയമുണ്ടല്ലോ. ആയിരിക്കാം. ഈ ജന്മം ആവില്ല, കഴിഞ്ഞ ജന്മം ആവാനാണ് സാധ്യത. ആ, ലച്ചു കോമഡിയൊക്കെ പറയുന്നുണ്ടല്ലോ. ജീവിതമേ കോമഡി അല്ലേ മാഷെ? ആ, വസുന്ധരമ്മ ഫ്രണ്ടിന്റെ മകൻ എക്സാം എഴുതുന്നതിനെ പറ്റി പറഞ്ഞിരുന്നു. വസുന്ധര ആന്റിയാ പറഞ്ഞത് ലച്ചുവിനെ ഒന്ന് കണ്ടിട്ട് പോവാൻ. ലച്ചു എൻട്രൻസ് കോച്ചിങ് വീട്ടിലിരുന്ന് പഠിക്കുവോ അല്ലേ? ആ, അതെ. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. ഓ, അല്ല, ഞാനിവിടെ സിറ്റിയിലൊരു കോച്ചിങ് സെന്ററിലാണ് പോകുന്നേ. ലച്ചുവിന് കോച്ചിങ് സെന്ററിൽ പോകാൻ താല്പര്യമില്ലാന്ന് തമ്പി സാറ് പറഞ്ഞു. അദ്ദേഹം സഹായിക്കാമെന്ന് പറഞ്ഞിട്ടും ലച്ചു അതിൽ നിന്നും പിന്മാറി സ്വയം പഠിക്കാമെന്ന് പറഞ്ഞു എന്നറിഞ്ഞത്. അല്ല, സ്വയം പഠിക്കാൻ ഒരാൾ തീരുമാനിച്ചാ അയാൾക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാവും അല്ലേ? സഞ്ജയ് തമ്പി സാറിന്റെ വീട്ടിൽ പോയപ്പോ എന്നെക്കുറിച്ചും എന്റെ ജീവിത സാഹചര്യത്തെക്കുറിച്ചും അറിഞ്ഞു കാണുമല്ലോ. എല്ലാം വസുന്ധര ആന്റി പറഞ്ഞു. എന്നെ പോലൊരു പെൺകുട്ടി ഒരു സ്പോൺസറുടെ സഹായത്തോടെ ഒരു നിലയിൽ എത്തുന്നതില് എന്തർത്ഥമാ ഉള്ളത്? ഞങ്ങള് പാവപ്പെട്ടവരല്ലേ, നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ പഠിക്കണം. പാവപ്പെട്ടവർക്ക് പഠിക്കാൻ ഒരു തടസ്സവും ഇല്ലെന്ന് സഞ്ജയ്ക്ക് അറിയാലോ. സ്വന്തം കഴിവുകൊണ്ട് പരീക്ഷ എഴുതാൻ വിശ്വാസം ഇല്ലാത്തവരും എളുപ്പത്തിൽ ജയിക്കാൻ നടക്കുന്നവരും അല്ലേ കോച്ചിങ് സെന്ററിലൊക്കെ പോകുന്നത്.